സുഹൃത്തുക്കളെ, ഇത് ജോസ് തരിയത്ത്, തനിനാടൻ മലയാളി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിന് തുടക്കം കുറിച്ചത് മാർ തട്ടിലാണ് എന്ന് ദുഃഖപൂർവ്വം രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ബസിലിക്ക റെക്ടർ മണവാളനച്ചന് ഒരു ഫോൺ ചെയ്തു. ഫോണിൽ പറഞ്ഞത് മണവാളനച്ചൻ ബസിലിക്കയുടെ ഭരണം ഉടൻ ഒഴിയണമെന്നും അവിടെ നിന്ന് ഇന്ന് തന്നെ സ്ഥലം മാറി പോകണമെന്നുമാണ്. എങ്ങനെയാണ് മാർ തട്ടിലിന് ഇത് പറയാൻ കഴിയുക? എങ്ങനെയാണ് ഫോണിൽ കൂടി ഒരു ഉത്തരവ്, ഒരു മെത്രാൻ്റെ ഉത്തരവ് ഒരു പുരോഹിതനെ അറിയിക്കാൻ സാധിക്കുക എന്നെനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ അറിവനുസരിച്ച് അവിടുത്തെ സ്റ്റാറ്റസ് കോ, അതായത് നിജസ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി തുടരണമെന്ന് കോടതിയുടെ ഉത്തരവുള്ളതാണ്. ആ കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് ഒരു ഉത്തരവ് എങ്ങനെ ഇദ്ദേഹത്തിന് പുറപ്പെടുവിക്കാൻ സാധിക്കും? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്നേ ഉള്ളൂ, കലഹം സൃഷ്ടിക്കുക. ഇപ്പോൾ ഈസ്റ്റർ അടുത്ത് വരുന്നു, അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ ആ അവസരത്തിൽ ബസിലിക്ക പള്ളിയിൽ സംഘർഷം സൃഷ്ടിക്കുക, മേ ബി പോലീസ് അകമ്പടിയോടുകൂടി അവിടെ ഒരു കൽദായ കുർബാന അർപ്പിക്കുക. ഇതാണ് മാർ തട്ടിലിൻ്റെ പദ്ധതി. ഇപ്പോൾ ഞാൻ പറയുന്നത് അവിടുത്തെ സിറ്റുവേഷൻ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിലിൻ്റെ ഈ ഉത്തരവിനെ അടിസ്ഥാനമാക്കി അവിടേക്ക് കൽദായ കൂട്ടങ്ങൾ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന് അവിടെ പോയി നല്ലൊരു സംഘം ആൾക്കാർ, എൻ്റെ ലേറ്റസ്റ്റ് പറഞ്ഞതനുസരിച്ച് ഒരു 20-25ഓളം പേര് അവിടെ വന്നിട്ടുണ്ട്. എല്ലാം പുറം നാട്ടുകാരും പുറം രൂപതക്കാരുമാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ എറണാകുളം രൂപതയിൽ നിന്നല്ല. അവിടെ നിന്ന് ചില്ലറ 1-2 പേരുണ്ടാകാം. പക്ഷേ ബാക്കിയുള്ളവർ മുഴുവൻ അന്യ രൂപതകളിൽ നിന്ന് വന്നിരിക്കുന്ന കൂലിപ്പട്ടാളമാണ്. അതേസമയം അൽമായ മുന്നേറ്റം ആഹ്വാനം ചെയ്തു. മണവാളനച്ചൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും ഉടനടി സ്ഥലത്തെത്തണമെന്ന്. അതനുസരിച്ച് 100 കണക്കിന് ആളുകൾ, സ്ത്രീജനങ്ങൾ അടക്കം 100 കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ ബസിലിക്ക അങ്കണത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള സംഘർഷാവസ്ഥയാണ് ഞാൻ പറഞ്ഞ പോലെ. അവിടെ രണ്ടു കൂട്ടരും ഏറ്റുമുട്ടലിൻ്റെ വക്കത്ത് വരെ വന്നു. കൽദായർ വളരെ ന്യൂനപക്ഷമാണ്, വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അതേസമയം 100 കണക്കിന് നമ്മളുടെ എറണാകുളം രൂപതക്കാരുണ്ട് മണവാളനച്ചൻ്റെ സപ്പോർട്ടേഴ്സായിട്ട്. ഞാൻ പറഞ്ഞ മാതിരി അവിടെ സംഘർഷാവസ്ഥ നിലവിലുണ്ടായിരുന്നു. അടിയുടെ വക്കത്തെത്തി. അടി ഉണ്ടാക്കുവാൻ, പ്രൊവോക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ, ഒരു സംഘർഷം സൃഷ്ടിക്കാൻ, അടിപിടികൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കൽദായരെ പോലീസ് തിരിച്ചറിഞ്ഞ് അടിച്ചു പുറത്തേക്ക് ഓടിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം എല്ലാവരോടും പള്ളിയങ്കണം, ബസിലിക്കാങ്കണം വിട്ടുപോകാൻ ഇരു കൂട്ടരോടും പറഞ്ഞതായിട്ടും അവരെല്ലാം, നമ്മുടെ ജനങ്ങളെല്ലാം അറിയാവുന്ന പോലെ പതിവ് പോലെ എല്ലാം സമാധാനത്തിലാണ്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവർ പ്രയർ വിജിൽ നടത്തുന്നു. സ്ത്രീകളും പുരുഷന്മാരും അവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർ അച്ഛന് വേണ്ടിയിട്ട് ഒരു സംരക്ഷണ വലയം ഒരുക്കിയിരിക്കുകയാണ് അവരുടെ വികാരിക്ക് വേണ്ടിയിട്ടും. പറയാറുള്ള പോലെ ഈ തട്ടിലിനെയും ഈ പാമ്പ്ലാനിയെയും ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ കൂടെ നിന്ന് പഞ്ചാര വർത്താനം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്ക് സ്റ്റാബിങ് നടത്തുകയാണ്. നമ്മളെ അവർ ഒറ്റിക്കൊടുക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവരോട് സംവാദിക്കാൻ പോയിട്ടോ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടോ കുഴപ്പമില്ല. നമ്മൾ വീര്യം ചോർന്നു പോകാതെ ഫൈറ്റ് ചെയ്യുക. ദർ ഇസ് ഓൺലി വൺ സൊല്യൂഷൻ, ഫൈറ്റ് ചെയ്യുക. ഞാൻ പറയുന്നു, ഈ തരിയൻ, അതുപോലെ തന്നെ ഈ കൂലിയാലിയിരിക്കുന്നവർ, അവരാണ് ഈ ക്ഷുദ്രപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുമ്പിൽ നിഷ്ക്രിയരും നിഷ്പ്രഭരുമാണ് നമ്മളുടെ ബിഷപ്പുമാർ. അവർ ഭീരുക്കളാണ്. ഈ കൂലിയായ അവർക്ക് ഭയമാണ്. ഈ ജോഷി പുതുവയെ അവർക്ക് ഭയമാണ്. അതുപോലെ തന്നെ തെറിയൻ ഞാലിയത്തിനെയും അവർക്ക് ഭയമാണ്. അവരെ മൂക്കേറിട്ട് നിർത്താനുള്ള തൻ്റെ ഇടം തൽക്കാലം പാമ്പ്ലാനിക്കുമില്ല, തൽക്കാലം തട്ടിലുമില്ല. നമ്മൾ സൈഡിൽ നിന്ന് ഇവിടെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റുകയാണ് എന്നുള്ള സത്യം നമ്മൾ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? അതല്ല, ഇവിടെ ഒരു പ്രശ്നമില്ലാതിരുന്നാണ് ഇത്ര നാൾ. ഇപ്പം അവർ പ്രശ്നം ഉണ്ടാക്കി മാർ തട്ടിൽ. ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരാണ് ജഗൽപൂരും അതുപോലെ തന്നെ ഒഡീഷയിലും വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു അവിടെ ജബൽപൂരിൽ നമ്മുടെ വൈദികരെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. വർദ്ധിക്കുന്നത് ശരിയായിട്ട് കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ജബൽപൂരുകാർക്ക്, ഒഡീഷക്കാർക്ക് തെറ്റിപ്പോയി. ഈ കൈവയ്പ് ശുശ്രൂഷ വേണ്ടത് അവിടുത്തെ പാവങ്ങൾ മിഷണറി അച്ഛന്മാർക്കല്ല. ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ അരമനയിൽ അടയിരിക്കുന്ന ഈ കള്ള ക്രിമിനൽ കൂലിയാക്കും ഈ തെറിയ ഞാലിയത്തിനുമാണ് അത് കിട്ടേണ്ടത്. കൈയുടെ ചൂടറിയേണ്ടത് അവർക്കാണ് അതിൻ്റെ ആവശ്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കൈവിട്ടു പോവുകയാണ്. ബിഷപ്പുമാർ കൈവിട്ടാണ് കളിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ വൈദികരുടെ മേൽ കൈവച്ചാൽ ഒരു കുഴപ്പമില്ല, കൈ പുഴുത്തു പോവുകയൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് പല എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. 2 വർഷം മുമ്പ് നമ്മുടെ ബസിലിക്കയിൽ കുർബാന സമൂഹ ബലി ചൊല്ലിക്കൊണ്ടിരുന്ന അച്ഛന്മാരെ കൽദായ MTNS ഗുണ്ടകൾ ആക്രമിച്ചു. അച്ഛന്മാരുടെ ദേഹത്ത് കൈവച്ചു. അതോടുകൂടി അറപ്പ് മാറി അവരുടെ.
താമസിക്കാതെ കിട്ടാൻ പോകുന്നത് നമ്മുടെ ബിഷപ്പുമാർക്കായിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ച് ഒരുത്തൻ ഒരു ബിഷപ്പിൻ്റെ മേത്ത് കൈവച്ച് കഴിഞ്ഞാൽ കൂടി അതോടുകൂടി ഡാം പൊട്ടുന്ന പോലെ ആയിരിക്കും. പിന്നെ ബിഷപ്പുമാർക്ക് ഈ കൈവയ്പ് ശുശ്രൂഷയുടെ കളിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ബിഷപ്പുമാർ കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് അവർ തലചൊറിയുന്നത്. ഈ പിള്ളേർ പറയുന്ന പോലെ നൂറുകണക്കിന് ആൾക്കാർ അൽമായ മുന്നേറ്റത്തിൻ്റെ ആഹ്വാനം കേട്ടുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇപ്പോഴും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാതിരാത്രി നേരത്തും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്നിനു വേണ്ടിയിട്ട് മാത്രം, അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അവരുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനും അവരുടെ വികാരി അച്ഛനെ സംരക്ഷിക്കുവാനും ഈ മെത്രാന്മാരുടെ ഭീകരഭരണത്തിൽ നിന്ന്, ഈ മെത്രാന്മാരുടെ അന്യായവും നിയമവിരുദ്ധവുമായ പരിപാടികളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ അതിരൂപതയെയും നമ്മുടെ ബസിലിക്കയെയും സംരക്ഷിക്കുവാൻ, അതിൻ്റെ നാഥനായ അതിൻ്റെ റക്ടറായ മണവാളനച്ഛനെ സംരക്ഷിക്കുവാൻ ജനങ്ങൾ വരികയാണ്. കൽദായക്കാരുടെ ആപ്പീസ് പൂട്ടാൻ പോവുകയാണ്. ഇതവർ കൈവിട്ട കളിയാണ് കളിക്കുന്നത്. ഇതിന് പാമ്പ്ലാനിയും ഇതിന് തട്ടിലും വലിയൊരു വില കൊടുക്കേണ്ടി വരും. താങ്ക് യു വെരി മച്ച്.